ഈശോ പറയുന്നു, വിശ്വാസം നശിക്കുന്നു എന്ന് പറയുന്ന ആത്മാക്കളെ നിങ്ങളോട് എന്താണ് പറയേണ്ടത്? കിഴക്കു നിന്നും വന്ന ജ്ഞാനികളായ മനുഷ്യർക്ക് സത്യത്തെ സ്ഥിരീകരിക്കുവാൻ ഒന്നുമുണ്ടായിരുന്നില്ല. സ്വഭാവീതമായ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ആകെയുണ്ടായിരുന്നത് ജ്യോതിശാസ്ത്രമനുസരിച്ചുള്ള കണക്കുകൂട്ടലുകളും ആത്മാർത്ഥത നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ പരിചിന്തനങ്ങളും മാത്രമായിരുന്നു. എങ്കിലും വിശ്വാസമുണ്ടായിരുന്നു. എല്ലാറ്റിലും വിശ്വാസമുണ്ടായിരുന്നു. അതായത് ശാസ്ത്രത്തിലും തങ്ങളുടെ മനസ്സാക്ഷിയിലും. ദൈവത്തിൻ്റെ നന്മയിലും വിശ്വാസമുണ്ടായിരുന്നു. പുതിയ നക്ഷത്രം ഒരു അടയാളമാണെന്ന് വിശ്വസിക്കാൻ ശാസ്ത്രം അവരെ സഹായിച്ചു. അത് മനുഷ്യരാശി നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്ന അടയാളമായിരിക്കാനേ സാധ്യതയുള്ളൂ. രക്ഷകൻ തങ്ങളുടെ മനസ്സാക്ഷിയിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. താങ്കളുടെ മനസ്സാക്ഷിയുടെ സ്വരം അവർ കേട്ടു. രക്ഷകൻ്റെ ആഗമനത്തെ കാണിക്കുന്ന നക്ഷത്രമാണത്. ദൈവം നന്മ തന്നെ ആയതുകൊണ്ട് അവിടുന്ന് അവരെ വഞ്ചിക്കുകയില്ലെന്ന് അവർ വിശ്വസിച്ചു. അവരുടെ ഉദ്ദേശം പരമാർത്ഥം നിറഞ്ഞതായിരുന്നതിനാൽ തങ്ങളുടെ ലക്ഷ്യം പ്രാപിക്കാൻ ദൈവം തങ്ങളെ സഹായിക്കുമെന്ന ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അവർ വിജയിക്കുക തന്നെ ചെയ്തു. അടയാളങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന അനേകം ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അടയാളത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് അവർ മാത്രമായിരുന്നു. കാരണം ദൈവത്തിൻ്റെ വാക്കുകളുടെ അർത്ഥമറിയുവാൻ അവർ ആഗ്രഹിച്ചത് ദൈവത്തെ ഉടനെ തന്നെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന പരമാർത്ഥമായ ഉദ്ദേശത്തോടെ മാത്രമായിരുന്നു. വ്യക്തിപരമായ ഒരു ആനുകൂല്യം അവർ അന്വേഷിച്ചില്ല. നേരെ മറിച്ച് അവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. പണച്ചെലവ് വന്നു. എന്നാൽ മാനുഷികമായ ഒരു പ്രതിഫലവും അവർ ആവശ്യപ്പെടുന്നില്ല. അവരെ ഓർക്കണമെന്നും നിത്യജീവിതത്തിനായി അവരെ രക്ഷിക്കണമെന്നും മാത്രമേ അവർ ദൈവത്തോട് ആവശ്യപ്പെടുന്നുള്ളൂ. മാനുഷികമായ എന്തെങ്കിലും പ്രതിഫലം ഭാവിയിൽ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ മാനുഷികമായ ഉത്കണ്ഠകളും അവർക്കില്ല. യാതൊരു ആകുല ചിന്തകളും കൂടാതെ അവർ യാത്ര പുറപ്പെടാൻ തീരുമാനിക്കുന്നു. നിങ്ങൾക്കാണെങ്കിൽ ഒരു 100 പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇത്ര ദീർഘമായ ഒരു യാത്ര ഞാൻ എങ്ങനെ ചെയ്യും? എനിക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷ സംസാരിക്കുന്ന അന്യനാടുകളിൽ പരിചയമില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ യാത്ര ചെയ്യും? അവർ എന്നെ വിശ്വസിക്കുമോ? അതോ ചാരനെന്ന് സംശയിച്ച് കാരാഗൃഹത്തിലടയ്ക്കുമോ? മണലാരണ്യങ്ങളും നദികളും പർവ്വതങ്ങളും തരണം ചെയ്യാൻ സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ചൂട് എത്രമാത്രമായിരിക്കും? പർവ്വത പ്രദേശങ്ങളിലെ കാറ്റ് എത്ര ശക്തിയായിരിക്കും? ചതുപ്പ് നിലങ്ങളുള്ള പ്രദേശങ്ങളിൽ മലമ്പനി ഉണ്ടാവില്ലേ? ഭക്ഷണം വ്യത്യസ്തമായിരിക്കുമല്ലോ. വ്യത്യസ്തമായ ഭാഷകൾ, പിന്നെ എന്തെല്ലാം. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ അവർ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ആത്മാർത്ഥത നിറഞ്ഞ ധൈര്യത്തോടെ അവർ ദൈവത്തോട് പറയുന്നു, ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ലക്ഷ്യം എന്തെന്നും അങ്ങറിയുന്നു. അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ പുത്രനെ ലോകരക്ഷയ്ക്കായി മനുഷ്യ ശരീരമെടുത്ത അവിടുത്തെ രണ്ടാം ആളായ പുത്രനെ ആരാധിക്കുവാനുള്ള അതിമാനുഷിക സന്തോഷവും സൗഭാഗ്യവും ഞങ്ങൾക്ക് തരണമേ. അത്രയും മാത്രം. അനന്തരം അതിവിദൂരമായ ഇഞ്ചീസിൽ നിന്നും അവർ യാത്ര പുറപ്പെടുന്നു. ഇഞ്ചീസ് എന്നതുകൊണ്ട് അവിടുന്ന് ഉദ്ദേശിച്ചത് ധ്രുവരേഖയിൽ വരുന്ന ഏഷ്യ, അതായത് ടർക്കി, അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ ഇവ ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണെന്ന് ഈശോയിനോട് പറയുന്നു. മംഗോളിയയിലെ പർവ്വതനിരകളിൽ നിന്ന് അവർ യാത്ര പുറപ്പെടുന്നു. ഗരുഡന്മാരുടെയും കഴുകന്മാരുടെയും നാട്. കൊടുങ്കാറ്റിൻ്റെയും ജലപ്രവാഹങ്ങളുടെയും അലർച്ചയിലൂടെ ദൈവം സംസാരിക്കുന്ന നാട്. ബൃഹത്തായ മഞ്ഞുമലകളാവുന്ന താളുകളിൽ ദൈവം തൻ്റെ രഹസ്യവചനങ്ങൾ ആലേഖനം ചെയ്യുന്ന നാട്. നൈൽ നദി ഉത്ഭവിക്കുകയും ഒഴുകുകയും മെഡിറ്ററേനിയയിലെ നീലിമയാർന്ന ജലഹൃദയങ്ങളിൽ ഉൾച്ചേരുകയും ചെയ്യുന്നതുവരെ അതിൻ്റെ നീലയും പച്ചയും കലർന്ന നിറമുള്ള ജലം കടന്നു പോകുന്ന പ്രദേശത്ത് നിന്ന് അവർ യാത്ര പുറപ്പെടുന്നു. പർവ്വതങ്ങളോ വനങ്ങൾ, മരുഭൂമികൾ, വരണ്ട സമുദ്രങ്ങൾ, കടലിനേക്കാൾ അപകടം നിറഞ്ഞവ എന്നിവയോ അവർക്ക് യാത്ര തുടരുന്നതിന് തടസ്സമാകുന്നില്ല. നക്ഷത്രം രാത്രിയിലാണ് അവരുടെ മേൽ പ്രകാശിക്കുന്നത്. അതിനാൽ അവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല.
ഒരാൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ പ്രകൃതിയുടെ തഴക്കങ്ങൾ അതിമാനുഷിക പരിഗണനകൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി അവഗണിക്കേണ്ടി വരും. വടക്കു നിന്നും കിഴക്ക് നിന്നും തെക്ക് നിന്നും വന്ന അവരെ നക്ഷത്രം നയിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്താൽ ഈ 3 ദിശയിൽ നിന്നും വന്നവരെ ഒരേ ദിക്കിലേക്കാണ് നയിച്ചത്. അനേകം മൈൽ ദൂരം അവർ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരത്ഭുതത്തിലൂടെ അവരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് ചേർക്കുന്നു. വീണ്ടും ഒരത്ഭുതം കൂടെ പ്രവർത്തിച്ച് അവർക്ക് പരസ്പരം മനസ്സിലാകുന്നതിനുള്ള ഭാഷാപരവും നൽകുന്നു. പറുദീസായിൽ ഇതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. അവിടെ എല്ലാവർക്കും കൂടി ഒരു ഭാഷയെ ഉണ്ടായിരിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ ഭാഷ. അവർ വല്ലാതെ ഭയപ്പെട്ടൊരു നിമിഷം മാത്രമേ ഉള്ളൂ. അത് നക്ഷത്രം അപ്രത്യക്ഷമായപ്പോഴാണ്. അപ്പോഴും അവർ വിനയവും യഥാർത്ഥ മഹത്വവുമുള്ളവരായിരുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ തിന്മ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വിചാരിച്ചില്ല. യഥാർത്ഥത്തിൽ ജെറുസലേമിലെ ദുഷിച്ച ജനം ദൈവത്തിൻ്റെ നക്ഷത്രത്തെ ദർശിക്കാൻ യോഗ്യരായിരുന്നില്ല. എന്നാൽ അവർ ചിന്തിച്ചത് അവരുടെ അയോഗ്യതയാണതിന് കാരണമെന്നാണ്. അതിനാൽ അവർ തങ്ങളെ തന്നെ ഭയത്തോടും അനുതാപത്തോടും കൂടി പരിശോധിക്കുവാനും പാപപൂർത്തിക്കായി യാചിക്കാനും തയ്യാറായി. എന്നാൽ അവരുടെ മനസ്സാക്ഷി അവരെ ധൈര്യപ്പെടുത്തി. അവരുടെ ആത്മാക്കൾ ധ്യാനത്തിലും പ്രാർത്ഥനയിലും പരിചയിച്ചിരുന്നതിനാൽ അവർക്ക് വളരെ മൃദുലമായ മനസ്സാക്ഷിയുണ്ടായിരുന്നു. ശ്രദ്ധയോടെ തങ്ങളിലേക്ക് തന്നെ നോക്കി ഒരു കണ്ണാടിയിലെന്ന പോലെ അനുദിനമുണ്ടാവുന്ന കുറ്റങ്ങൾ അവർ മനസ്സിലാക്കിയിരുന്നു. അവരുടെ മനസ്സാക്ഷി അവരുടെ അധ്യാപകനായിരുന്നു. ഏറ്റവും ചെറിയ തെറ്റല്ല, തെറ്റിനുള്ള പ്രവണത പോലും, മാനുഷിക പ്രവണതകളും സ്വാർത്ഥ താല്പര്യങ്ങൾ പോലും സൂചന നൽകി അറിയിക്കുന്ന ശബ്ദമായിരുന്നു അവരുടെ മനസ്സാക്ഷി. തന്മൂലം തങ്ങളെ തന്നെ ആ അധ്യാപകന് വിധേയരാക്കി അതിശുദ്ധമായ ആ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അത് അസത്യം പറയുമെന്ന് അവർ കരുതിയില്ല. നേരെ മറിച്ച് മനസ്സാക്ഷി അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഓ, ദൈവത്തിനെതിരായി നമ്മിൽ യാതൊന്നുമില്ല എന്നറിയുന്നത് എത്ര മാധുര്യമേറിയതാണ്. ദൈവം കാരുണ്യത്തോടെ തൻ്റെ വിശ്വസ്തപുത്രനെ നോക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് അനുഭവപ്പെടുന്നത് എത്ര ആനന്ദപ്രദം. ആ അനുഭവത്തിൽ വിശ്വാസം, പ്രത്യാശ, ശക്തി, ക്ഷമ, ഇങ്ങനെ എല്ലാ പുണ്യങ്ങളും ആത്മാവിൽ വർദ്ധിക്കുന്നു. ഇപ്പോൾ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു, എന്നാൽ അത് കടന്നുപോകും. കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നുവെന്ന് അവിടുന്ന് അറിയുന്നു. അതിനാൽ എന്നെ വീണ്ടും സഹായിക്കാതിരിക്കുകയില്ല. നേരായ മനസ്സാക്ഷിയുള്ളവർ ഇങ്ങനെയാണ് സംസാരിക്കുക. നിർമ്മലമായ മനസ്സാക്ഷിയുള്ളവൻ സമാധാനം അനുഭവിക്കുന്നു. അയാളുടെ പ്രവൃത്തികളെയെല്ലാം നയിക്കുന്ന രാജ്ഞിയാണ് നിർമ്മല മനസ്സാക്ഷി. അവർ മഹാത്മാക്കളായിരുന്നതുകൊണ്ട് അവർ വിനയമുള്ളവരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. നേരെ മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക? മഹാത്മാക്കൾ എന്ന് പരിഗണിക്കപ്പെടുന്നവർ എളിമയുള്ളവരല്ല, മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കപ്പെടുന്നവരും ഔദ്ധിത്യത്തോടെ സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുന്നവരുമാണ്. ഭോഷരായ നിങ്ങൾ അവരെ വിഗ്രഹതുല്യം പൂജിക്കുകയും ചെയ്യുന്നു. ചിലരുണ്ട്, ഒരു വലിയ പണക്കാരൻ്റെ കലവറക്കാരനോ ഒരു ഓഫീസിലെ വാതിൽ കാവൽക്കാരനോ ഒരു ഗ്രാമത്തിലെ ഉദ്യോഗസ്ഥനോ ആയാൽ മതി, അർദ്ധദേവനെ പോലുള്ള വലിയ ഭാവമാണ്. അവർ തങ്ങളെ നിയമിച്ചവരുടെ ദാസരായി വർത്തിക്കേണ്ടവരല്ലേ? സഹതാപമുളവാക്കുന്ന സ്ഥിതിവിശേഷം. ജ്ഞാനികളായ ആ 3 പേരും യഥാർത്ഥത്തിൽ മഹത്വമുള്ളവരായിരുന്നു. ഒന്നാമതായി അവർക്ക് സ്വഭാവീതീതമായ സുഹൃത്തുക്കളുണ്ടായിരുന്നു. രണ്ടാമതായി അവർക്ക് ശാസ്ത്രീയമായ അറിവുണ്ടായിരുന്നു. മൂന്നാമതായി അവർ ധനികരായിരുന്നു. എങ്കിലും തങ്ങളൊന്നുമല്ല എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ദൈവത്തോട് തുലനം ചെയ്യുമ്പോൾ തങ്ങൾ ഭൂമിയിലെ പൊടിയുടെ പൊടിയാണെന്നവർ കരുതുന്നു. ദൈവം എത്ര വലിയവനൊരു പുഞ്ചിരിയാൽ അവിടുന്ന് ലോകത്തെ സൃഷ്ടിക്കുന്നു. ധാന്യം വിതറുന്നത് പോലെ നക്ഷത്രങ്ങളെ വാരി വിതറി. ദൈവദൂതന്മാരുടെ കണ്ണുകൾക്ക് അവ രത്നങ്ങളെപ്പോലെ ശോഭയുള്ളതാക്കുന്നു. അവർ ജീവിക്കുന്ന ഈ ഭൂഗോളത്തെ ഇത്ര വൈവിധ്യമാർന്ന സൃഷ്ടികളോടുകൂടി ഒരുക്കിയ ദൈവം എത്ര അത്യുന്നതൻ. പരിധിയില്ലാതെ ജോലി ചെയ്യുന്ന അപരിമേയനായ ഒരു ശില്പിയാണ് അവിടുന്ന്.
തൻ്റെ വിരൽത്തുമ്പ് കൊണ്ട് കുന്നുകളുടെ ഒരു വലയം ഒരു സ്ഥലത്ത് സൃഷ്ടിക്കുന്നു. ഈ ബൃഹത്തായ ഭൂമിക്ക് നട്ടെല്ലെന്ന പോലെ പാറകൾ കൊണ്ടുള്ള പർവ്വതനിരകളും കൊടുമുടികളും ഒരുക്കിയിരിക്കുന്നു. നദികളാവുന്ന രക്തധമനികളും അവയ്ക്ക് ഒഴുകിച്ചേരുന്നതിനായി തടാകങ്ങളും ഭൂമിയുടെ ഹൃദയമായി മഹാസമുദ്രങ്ങളും അതിൻ്റെ ഉടയാടകളായി വനങ്ങളും ശിരോവസ്ത്രമായി മേഘങ്ങളും ആഭരണങ്ങളായി സ്ഫടികതുല്യമായ മഞ്ഞുമലകളും രത്നങ്ങളായി സംഗീതമുതിർത്തുകൊണ്ട് ഒഴുകിമറിയുന്ന ജലപാളികൾ വിരിയിക്കുന്ന ഇന്ദ്രനീലം, മരതകം, ഗോമേതകം, മേഘവർണ്ണക്കല്ല് എന്നിവയും അവിടുന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നു. കാറ്റും കടലും കരയുമെല്ലാം ചേർന്ന് ദൈവസ്തുതികളുടെ പല്ലവികൾ പാടുന്നു. ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ തങ്ങളുടെ ജ്ഞാനം ഒന്നുമല്ലെന്ന് അവർ അറിയുന്നു. അങ്ങിൽ നിന്നാണ് അവരുടെ ജ്ഞാനം ഉയർക്കൊള്ളുന്നത്. ശരീരത്തിന് കാഴ്ച നൽകുന്ന കൃഷ്ണമണികളേക്കാൾ ശക്തമായ കണ്ണുകൾ അവിടുന്ന് അവർക്ക് നൽകിയിട്ടുണ്ട്, ആത്മാവിൻ്റെ കണ്ണുകൾ. ആ കണ്ണുകൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ചിന്തകൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർ കാണുന്നു, വായിക്കുന്നു. മനുഷ്യൻ എഴുതുന്നവയല്ല അവർ വായിക്കുന്നത്. തങ്ങളുടെ സമ്പത്തിൻ്റെ കാര്യം പരിഗണിച്ചാലും തങ്ങൾ വെറും ഇല്ലായ്മയാണെന്ന് അവർ കരുതുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉടമയോട് തുലനം ചെയ്യുമ്പോൾ പരമാണു മാത്രമായി തങ്ങളെ അവർ കാണുന്നു. ലോഹങ്ങൾ, രത്നങ്ങൾ എന്നിവ നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളിലും ഭാര്യ വിതറിയിരിക്കുന്ന ദൈവം എത്ര സമ്പന്നൻ! തന്നെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ഒരിക്കലും കുറവ് വരാത്ത സ്വാഭാവിക ദാനങ്ങളും അവിടെ നിന്നാണല്ലോ വർഷിക്കുന്നത്. യൂദയായിലെ ഏറ്റവും ദരിദ്രമായ പട്ടണത്തിലെ ദരിദ്ര ഭവനത്തിലെത്തിയപ്പോൾ ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ് തല കുലുക്കുകയല്ല അവർ ചെയ്തത്. നേരെ മറിച്ച് നട്ടെല്ല് വളച്ച് മുട്ടുമടക്കി അതിലുപരിയായി ഹൃദയങ്ങളെ താഴ്ത്തി അവർ ആരാധിക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു ദരിദ്രമായ സൂര്യനപ്പുറം ദൈവമാണുള്ളത്, അവർ എപ്പോഴും വിളിച്ചപേക്ഷിക്കുന്ന ദൈവം. എന്നാൽ ഒന്ന് കാണാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ദൈവം. ഇപ്പോൾ ആ ദൈവത്തോട് മനുഷ്യവർഗം മുഴുവനും വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. നിത്യസൗഭാഗ്യത്തിനായിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഓ, അതുമാത്രമായിരുന്നു അവരുടെ ഏക ആഗ്രഹം. പ്രഭാത സന്ധ്യകളില്ലാത്ത ജീവിതത്തിൽ അവിടത്തെ കാണുവാനും അറിയുവാനും സ്വന്തമാക്കുവാനും മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ദരിദ്രമായ ചൂരിൻ്റെ പുറകിൽ അവനുണ്ട്. ശിശുവാണെങ്കിലും ദൈവമായ അവൻ്റെ ഹൃദയം വീതിയിലെ പൊടിയിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ആ 3 ഹൃദയങ്ങളുടെ സ്തുതിഗീതങ്ങൾ അറിയുമോ? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അത്യുന്നത സ്വർഗത്തിൽ അവിടത്തേക്ക് മഹത്വം. തൻ്റെ ദാസന്മാർക്കു സമാധാനം, സ്തുതി, മഹത്വം, ആരാധന എന്നാണ് അവർ പറയുന്നത്. സ്നേഹത്തിൽ നിന്നുളവാകുന്ന വിറയിലൂടെ അവർ അത്ഭുത പരതന്ത്രരാകുന്നു. ആ രാത്രി മുഴുവനും പിറ്റേ ദിവസം രാവിലെയും ദൈവവുമായുള്ള ദൈവശിശുവുമായിട്ടുള്ള സമാഗമത്തിന് അവർ തങ്ങളെ തന്നെ ഒരുക്കുകയായിരുന്നു. ഏറ്റവും തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് അവരുടെ ആത്മാക്കളെ ഒരുക്കി. മനസ്സു നിറയെ മാനുഷികമായ ആകുലതകളുമായിട്ടല്ല തിരുവോസ്തി വഹിച്ചിരിക്കുന്ന അൾത്താരയിലേക്ക്, കന്യകയുടെ മടിയിലേക്ക് അവർ പോകുന്നത്. നിങ്ങൾ അങ്ങനെയാണ് അൾത്താരയെ സമീപിക്കുന്നത്. അവർ ഭക്ഷണത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും കാര്യം മറന്നുപോകുന്നു. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അവർ ധരിക്കുമെങ്കിൽ അത് അവരുടെ പ്രതാപത്തിനായിട്ടല്ല, രാജാക്കന്മാരുടെ രാജാവിനെ ബഹുമാനിക്കുന്നതിനായിട്ടാണ്. രാജകൊട്ടാരങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും വിശിഷ്ടമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നതും പൂജകർ തങ്ങളുടെ രാജാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ ഏറ്റവും വിശിഷ്ടമായ വസ്ത്രങ്ങൾ ധരിക്കേണ്ടതല്ലേ? ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരവസരം ഇനിയുണ്ടാകാൻ പോകുന്നു. ഓ, വിദൂരസ്ഥമായ തങ്ങളുടെ നാട്ടിൽ തങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യർക്ക് വേണ്ടി വേഷഭൂഷാദികൾ അവർ അണിയേണ്ടി വന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നതിനും ബഹുമാനിക്കുന്നതിനുമായി. അതിനാൽ ഏറ്റവും വലിയ രാജാവിൻ്റെ പാദത്തിങ്കൽ അവരുടെ അതിവിശിഷ്ടമായ വസ്ത്രങ്ങളും പട്ടുകളും ആഭരണങ്ങളും വിശേഷപ്പെട്ട തൂവലുകളുമെല്ലാം അണിഞ്ഞ് സാഷ്ടാംഗം പ്രണമിക്കുക എന്നത് നീതി മാത്രമാണല്ലോ. ഭൂമിയിലെ നാരുകൾ, രത്നങ്ങൾ, തൂവലുകൾ, ലോഹങ്ങൾ ഇവയെല്ലാം അവിടുത്തെ കരവേലകളാണ്. അവയെല്ലാം തങ്ങളുടെ സൃഷ്ടാവായ അവിടുത്തെ ആരാധിക്കുന്നതിനായി ആ മാധുര്യമേറിയ ചെറുപാദത്തിങ്കൽ സമർപ്പിക്കുന്നത് ഉചിതമാണ്. ദിവ്യ ഉണ്ണിയുടെ പാദങ്ങൾക്ക് ചവിട്ടാൻ ജീവനുള്ള ഒരു പരവതാനിയായി നിലത്ത് കിടക്കാൻ തങ്ങളോട് അവിടുന്ന് ആവശ്യപ്പെടുന്ന പക്ഷം അവർക്കത് സന്തോഷകരമായിരിക്കും.
ദിവ്യശിശു നക്ഷത്രങ്ങളെ വിട്ട് ഭൂമിയിലേക്ക് വെറും ധൂളിയായ തങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിനാൽ തങ്ങളുടെ മീതെ ചവിട്ടി നടന്നാൽ അതൊരു ഭാഗ്യമായി അവർ പരിഗണിക്കും. അവർ എളിമയും ഔദാര്യമുള്ളവരുമായിരുന്നു. ഉന്നതങ്ങളിൽ നിന്നും വരുന്ന സ്വരത്തോട് അനുസരണയുള്ളവരുമായിരുന്നു. നവജാതനായ രാജാവിനെ കാഴ്ചകൾ സമർപ്പിക്കണമെന്ന് അവരോട് ആ സ്വരം പറയുന്നു. അവർ കാഴ്ചകൾ കൊണ്ടുവരുന്നു. അവൻ സമ്പന്നനാണ്, അവനിതൊന്നും ആവശ്യമില്ല, അവൻ ദൈവമാണ്. അതിനാൽ മരിക്കയില്ല എന്നവർ പറയുന്നില്ല, അവർ അനുസരിക്കുന്നു. രക്ഷകനെ തൻ്റെ ദാരിദ്ര്യത്തിൽ ആദ്യമായി സഹായിച്ചത് അവരാണ്. ആസന്ന ഭാവിയിൽ ഒരു അഭയാർത്ഥിയാകാൻ പോകുന്ന അവിടുത്തെ ആ സ്വർണം എത്രമാത്രം ഉപകരിക്കും. താമസിയാതെ വധിക്കപ്പെടാൻ പോകുന്ന അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ട മീറ എത്ര അർത്ഥവത്തായ ദാനം. തൻ്റെ അളവില്ലാത്ത പരിശുദ്ധിക്ക് ചുറ്റും അലറി വിളിക്കുന്ന മനുഷ്യൻ്റെ ഭോഗാസക്തിയുടെ ദുർഗന്ധത്തിൽ നിന്നും ഭക്തി നിർഭരമായ കുന്തിരിക പുക അവന് ആശ്വാസം നൽകട്ടെ. അവർ എളിമയും ഔദാര്യവും അനുസരണവും പരസ്പര ബഹുമാനവും ഉള്ളവരായിരുന്നു. നന്മ മറ്റു നന്മകളെ ജനിപ്പിക്കുന്നു. ദൈവത്തോട് കാണിക്കുന്ന നന്മയിൽ നിന്ന് മനുഷ്യരോടുള്ള നന്മയും ഉത്ഭവിക്കുന്നു. ബഹുമാനം സ്നേഹമാണ്. തങ്ങളിൽ പ്രായം കൂടിയ ആൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കാൻ അവർ ആവശ്യപ്പെടുന്നു. അദ്ദേഹമാണ് ആദ്യം രക്ഷകൻ്റെ ചുംബനം സ്വീകരിക്കുന്നതും ആ ചെറിയ കരങ്ങൾ കയ്യിൽ ഗ്രഹിക്കുന്നതും. മറ്റുള്ളവർക്ക് ഇനിയും രക്ഷകനെ കാണാൻ കഴിഞ്ഞേക്കും. അയാൾക്ക് കഴിയുകയില്ല, കാരണം ആൾ വൃദ്ധനാണ്. ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകാനുള്ള ദിവസമത്ര വിദൂരമല്ല. ഈ ലോകത്തിൽ വെച്ച് രക്ഷകനെ അയാൾ വീണ്ടും കാണുകയില്ല. അതിനാൽ തൻ്റെ ചുളുങ്ങിയ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ചെറുകരത്തിൻ്റെ ചൂട് അദ്ദേഹത്തിന് തിരുപ്പാതയമായി തീരട്ടെ. മറ്റുള്ളവർക്കൊരു അസൂയയും തോന്നുന്നില്ല. നേരെ മറിച്ച് വൃദ്ധനായ അദ്ദേഹത്തോട് ആദരവ് വർദ്ധിക്കുകയാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ അർഹത അദ്ദേഹത്തിനുണ്ട്. കൂടുതൽ സമയത്തേക്കും അനുഗ്രഹങ്ങൾ അർഹിക്കുന്നു. ദൈവശിശു അതറിയുന്നുണ്ട്. പിതാവിൻ്റെ വചനം സംസാരിച്ചു തുടങ്ങിയിട്ടില്ല, എന്നാൽ അവൻ്റെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കാണ്. നിഷ്കളങ്കമായ അവിടുത്തെ വാക്ക് വാഴ്ത്തപ്പെടട്ടെ, കാരണം വൃദ്ധനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതായി ശിശു കാണിച്ചു. എന്നാൽ പ്രിയമക്കളെ, ഈ ദർശനത്തിൽ 2 പാഠങ്ങൾ കൂടിയുണ്ട്. തൻ്റെ നില എപ്പോഴും പാലിക്കുന്ന ജോസഫ്. നിർമ്മലതയുടെയും പരിശുദ്ധിയുടെയും കാവൽക്കാരനായി അദ്ദേഹം എപ്പോഴും അവിടെ സന്നിഹിതനാണ്. എന്നാൽ അവരുടെ അവകാശങ്ങളിൽ ഒരിക്കലും കൈകടത്തുന്നില്ല. ഈശോയോടുകൂടി മേരിയാണ് വണക്കവും വാക്കുകളും സ്വീകരിക്കുന്നത്. ജോസഫ് മേരിയോടുകൂടി സന്തോഷിക്കുന്നു. 2ാം സ്ഥാനമായി പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നില്ല. ജോസഫ് നീതിമാനായ ഒരു മനുഷ്യനാണ്. അല്ല, നീതിമാനായ മനുഷ്യൻ ജോസഫാണ്. അദ്ദേഹം എപ്പോഴും നീതിയായി പ്രവർത്തിക്കുന്നു. ഈ അവസരത്തിലും അദ്ദേഹം തന്നെ ഇത്ര വമ്പിച്ച ആഘോഷത്തിൻ്റെ പുകയൊന്നും തൻ്റെ തലയിൽ കയറുന്നില്ല. ജോസഫ് എളിമയുള്ളവനും നീതിമാനുമായി തന്നെ വർത്തിക്കുന്നു. കാഴ്ചയായി ലഭിച്ച സമ്മാനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് സന്തോഷമാണ്. തനിക്ക് വേണ്ടിയല്ല, മേരിയുടെയും ദിവ്യശിശുവിൻ്റെയും ജീവിതം കുറെ കൂടി സുഖകരമാക്കാമല്ലോ എന്നോർത്തിട്ടാണ് സന്തോഷിക്കുന്നത്. ജോസഫിന് അത്യാഗ്രഹമില്ല. താനൊരു തൊഴിലാളിയാണ്, തുടർന്നും തൊഴിലാളിയായി തന്നെ ജീവിക്കും. എന്നാൽ തൻ്റെ 2 സ്നേഹവിഷയങ്ങൾക്കും കൂടുതൽ സുഖകരമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തനിക്കോ കാഴ്ചയർപ്പിച്ച പൂജകർക്കോ അറിഞ്ഞുകൂടാ ഈ സമ്മാനങ്ങൾ താമസിയാതെ നടക്കാൻ പോകുന്ന ഒളിച്ചോട്ടത്തിനും വിദേശവാസത്തിനും വേണ്ടിയാണെന്ന്. അഭയാർത്ഥി ജീവിതത്തിൽ പണം തീർന്നു പോകുന്നത് കാറ്റിൽ മേഘങ്ങൾ പറന്നു പോകുന്നത് പോലെ വേഗത്തിലാണ്. അവരുടെ തിരിച്ചുവരവിനും ഈ ദാനം ഉപകരിക്കും. എല്ലാം നഷ്ടപ്പെട്ടവരായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ജോലി നഷ്ടപ്പെടുന്നു, പതിവുകാരെല്ലാം നഷ്ടപ്പെട്ടു, വീട്ടു സാമാനങ്ങളൊന്നുമില്ല, വീടിൻ്റെ ഭിത്തികൾ മാത്രമുണ്ട്. വചനം മാംസം ധരിച്ച് കന്യകയോട് ഐക്യപ്പെട്ട സ്ഥലമായതിനാൽ വീട് നശിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിൻ്റെ പരിരക്ഷകനും ദൈവത്തിൻ്റെ അമ്മയും മണവാട്ടിയുമായവളുടെ രക്ഷിതാവുമാണെങ്കിലും ജോസഫ് എളിയവനായി ജീവിക്കുന്നു. ദൈവത്തിൻ്റെ അടിയാരായ ഈ 2 പേർക്കും ചവിട്ടുപടി ഉറപ്പിച്ചു കൊടുക്കുന്നു. ജോസഫ് ദരിദ്രനായ ഒരാശാരിയാണ്. തുടർച്ചയായ മാനുഷിക സമ്മർദ്ദ നിമിത്തം ദാവീദിൻ്റെ അവകാശികൾക്ക് രാജസ്വത്തിൻ്റെ അവകാശം ലഭിച്ചില്ല. എന്നാൽ അദ്ദേഹം എപ്പോഴും രാജാവിൻ്റെ പുത്രനാണ്. ഒരു രാജാവിൻ്റെ മഹത്വം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുണ്ട്. ജോസഫിനെ കുറിച്ച് ഇങ്ങനെ പറയാം:
അവൻ മഹാനായിരുന്നതുകൊണ്ട് എല്ലായ്പ്പോഴും എളിമയുള്ളവനായിരുന്നു. അവസാനമായി കരുണയുടെ ഒരു പ്രധാന പാഠം കൂടി. ദിവ്യശിശുവിനെ അനുഗ്രഹിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. മേരിയാണ് ഈശോയുടെ ചെറുകരങ്ങളെ സ്വന്തം കയ്യിൽ പിടിച്ച് നയിക്കുന്നത്. എപ്പോഴും ഈശോയുടെ കരങ്ങൾ എടുക്കുകയും നയിക്കുകയും ചെയ്യുന്നത് മേരിയാണ്. ഇപ്പോൾ പോലും ആശീർവദിക്കേണ്ടത് എങ്ങനെയെന്ന് ഇപ്പോൾ ഈശോയ്ക്കറിയാം. എന്നാൽ തുളയ്ക്കപ്പെട്ട കരങ്ങൾ ക്ഷീണിച്ചു മടുത്ത് താണുപോകും. ആശീർവദിക്കുന്നത് കൊണ്ട് ഒരു ഫലവുമില്ലെന്ന് ചിലപ്പോൾ അവിടുന്ന് കാണുന്നു. എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ നശിപ്പിക്കുന്നു. നിങ്ങൾ എന്നെ ശപിക്കുന്നതിനാൽ ആ കരങ്ങൾ കോപം കൊണ്ട് തളർന്നു പോകുന്നു. അപ്പോൾ മേരി അവളുടെ ചുംബനങ്ങൾ കൊണ്ട് ആ നിന്ദനങ്ങൾ തുടച്ചു മാറ്റുന്നു. ഓ, എൻ്റെ അമ്മയുടെ ചുംബനം! ആ ചുംബനത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? അനന്തരം അവളുടെ മൃദുലമായ നിരസിക്കാൻ സാധ്യമല്ലാത്ത വിരലുകൾ കൊണ്ട് എൻ്റെ കൈകൾ പിടിച്ച് അനുഗ്രഹിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു. എൻ്റെ അമ്മയെ എനിക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. നിങ്ങൾ അമ്മയുടെ പക്കലേക്ക് പോയി അവളെ നിങ്ങളുടെ മധ്യസ്ഥയാക്കുക. നിങ്ങളുടേതിനേക്കാൾ നേരത്തെ തന്നെ അവൾ എൻ്റെ രാജ്ഞിയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒഴികഴിവ് പറയുന്നതിന് ഒരുത്തരം ഊഹിക്ക പോലും ചെയ്യാത്ത വിധം ഒഴികഴിവ് പറയുന്നതിന് പ്രേരിപ്പിക്കത്തക്ക വിധം അത്രയധികമായി അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു. വാക്കൊന്നും ഉച്ചരിക്കാതെ പോലും തൻ്റെ കണ്ണീര് കൊണ്ടും എൻ്റെ കുരിശിനെ ഓർമ്മിപ്പിച്ചും കുരിശിൻ്റെ അടയാളം അന്തരീക്ഷത്തിൽ വരക്കാൻ എന്നെ നിർബന്ധിച്ചും നിങ്ങൾക്ക് വേണ്ടി അവൾ എന്നോട് പറയുന്നു, അങ്ങാണ് രക്ഷകൻ, അതുകൊണ്ട് രക്ഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിശ്വാസത്തിൻ്റെ സുവിശേഷമാണ് പൂജകരുടെ ദർശനത്തിൽ കാണുന്നത്. അതേക്കുറിച്ച് ധ്യാനിക്കുക, അത് അനുകരിക്കുക. നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണത്.